ഹായ് ഫ്രണ്ട്സ്, വരുൺ രാധിക റിവ്യൂല് വരുൺ രാധികയെ കണ്ടെത്തിയിരിക്കുകയാണ്. എന്നാ ഇതൊന്നും ബാക്കിയുള്ള ആരും അറിഞ്ഞിട്ടില്ല. അങ്ങനെ പോലീസുകാർ സൂര്യനെ പിടിച്ച് നിർബന്ധപൂർവ്വം കൊണ്ടുപോകാൻ ശ്രമിക്കുമ്പോ ബിജു പറയും, സാറുമാര് പൊയ്ക്കോ, ഞങ്ങൾ തെരഞ്ഞോളാം. അപ്പോഴും പോലീസ് പറയും, മര്യാദയുടെ ഭാഷ നിങ്ങൾക്ക് മനസ്സിലാവില്ല, നിങ്ങളുടെ നന്മയെ കരുതിയാ പറയുന്നത്, വാ എന്ന് പറഞ്ഞ് പോലീസുകാരെല്ലാവരും കൂടെ സൂര്യയെ പിടിച്ചു വലിച്ചു പോവാണേ. നിങ്ങൾക്ക് ആവേശം കാണിക്കാം, പോലീസുകാർക്ക് കഴിയില്ല, ഭാഗ്യമുണ്ടെങ്കിൽ നാളത്തെ തെരച്ചിൽ അവരെ കിട്ടും, ഇനിയിപ്പോ അതല്ലെങ്കിൽ മറന്നു കളയാനേ പറ്റൂ എന്ന് പറഞ്ഞാൽ കാട്ടിന്ന് കൂട്ടിക്കൊണ്ടു പോവാണേ. സങ്കടത്തോടു കൂടിയാ സൂര്യ പോകുന്നത്. വരുണാണെങ്കിൽ ആ കൊക്കയെന്ന് രാധികയെ കോരിയെടുത്ത് എങ്ങോട്ടാ നടക്കണ്ടേന്നറിയാതെ കൊണ്ടുപോവാണേ. രാധികയ്ക്ക് ബോധമില്ല. രാധികയെ എന്നിങ്ങനെ വിളിച്ചുകൊണ്ടാണ് കോരിയെടുത്ത് പോകുന്നത്. എങ്ങോട്ട് പോണം, ഏത് വഴിക്ക് പോണം എന്നറിയില്ല. അങ്ങനെ നടന്ന് അല്പദൂരം എത്തുമ്പോ ഇരുത്താൻ പറ്റുന്ന ഒരു സ്ഥലം കാണാണേ. വരുണ അവിടെ കൊണ്ടുപോയി ഇരുത്തിയിട്ട് രാധികയെ വിളിക്കുന്നുണ്ടെങ്കിലും ബോധം വരുന്നില്ല. കൈയൊക്കെ ഇങ്ങനെ പിടിച്ച് ചൂടാക്കി നോക്കുന്നുണ്ട്. എന്നാലും രാധിക എഴുന്നേൽക്കുന്നില്ല. ജീവനുണ്ടെന്ന് വരുൺ അറിയാം. കണ്ണു തുറക്കാത്ത സങ്കടത്തിലാ വരുൺ. ശേഷം ചുറ്റിലും നോക്കും. അവിടെ എന്തൊക്കെയോ പാത്രങ്ങളൊക്കെ ഉണ്ട്. ഈ ചാരായൊക്കെ മാറ്റുന്ന സ്ഥലമാണെന്ന് തോന്നുന്നു. അങ്ങനത്തെ കുറെ ടിന്നുകളൊക്കെ ഉണ്ട് അവിടെ. അങ്ങനെ അവിടെ തെരയുമ്പോ വരുണ് ഒരു ലൈറ്റർ കിട്ടും. അവിടെ നല്ല തണുപ്പുള്ളൊരു സ്ഥലമാണ്. വരുണ് അവിടെയൊക്കെ ചുറ്റും നടന്നിട്ട് കുറെ വിറക് കഷ്ണങ്ങൾ കൂട്ടി വെക്കും. എന്നിട്ട് അവിടെ തീയിടും. അങ്ങനെ ആ തണുപ്പിന്ന് ഒരു രക്ഷ നേടാനായിട്ട്. അങ്ങനെ ആ ചൂടത്തെ രാധികയുടെ കൈയൊക്കെ പിടിച്ചിങ്ങനെ ചൂടാക്കി തന്റെ മടിയിലേക്ക് ചേർത്ത് കിടത്തും. കവിള് ചേർത്ത് പിടിച്ച് ഒരുപാട് സമയം രാധിക എന്നിങ്ങനെ വിളിച്ച് കരയണേ. എന്നാ ഒരു റെസ്പോൺസും ഇല്ല. വരുണിങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കും. ഇതേ സമയം ശ്യാമയാണെങ്കിൽ തന്റെ മകളെ കിട്ടാത്ത സങ്കടത്തില് ആ കാട്ടിൽ തന്നെ കാറിലിരിക്കുക. തന്റെ മോളെ രക്ഷിക്കാൻ കൃഷ്ണനോട് കരഞ്ഞു പറയുന്നുണ്ട്. അങ്ങനെ കരഞ്ഞ് തളർന്നിട്ടാ ശ്യാമ ഇരിക്കുന്നത്. അങ്ങനെ സൂര്യൻ ഉദിച്ചു തുടങ്ങാറായി. വരുണിപ്പോഴും രാധികയെ മടിയിൽ വെച്ച് ഇങ്ങനെ ഇരിക്കുക. ഉറക്കത്തിലല്ല, എന്ന തളർന്ന അവസ്ഥയില് പതിയെ രാധിക ഇങ്ങനെ കണ്ണു തുറക്കുക. അത്രയും ഉയരത്തുനിന്ന് വീണതല്ലേ, മേലൊക്കെ നല്ല വേദന ഉള്ളതുകൊണ്ട് ആ ഒരു ഞെരക്കമുണ്ട്. അത് കേൾക്കുമ്പോ വരുണ് വേഗം എഴുന്നേൽക്കും. രാധിക കണ്ണു തുറക്ക്, നോക്ക്, എന്നെ നോക്ക്. രാധിക പതിയെ കണ്ണു തുറന്ന് വരുണിനെ നോക്കുന്നേ. കുഴപ്പമില്ല, തനിക്കൊന്നും സംഭവിച്ചിട്ടില്ല. രാധികയ്ക്ക് തലയൊക്കെ ഇങ്ങനെ വേദനിക്കുന്നുണ്ട്. തല ഇങ്ങനെ അമർത്തി പിടിക്കുന്നുണ്ട്. ഇപ്പോഴും വീഴുന്ന ആ ഒരു രംഗം അതാണ് രാധികയുടെ മുന്നിലുള്ളത്. ആ ഒരു പേടി നല്ലോണം ഉണ്ട്. പൊട്ടിക്കരയുമ്പോ പേടിക്കണ്ട, ഞാനുണ്ട് കൂടെ എന്ന് പറഞ്ഞ് രാധിക ഇങ്ങനെ ചേർത്ത് പിടിക്കുമ്പോ രാധികയും വരുണ ഇങ്ങനെ അമർത്തി പിടിക്കുന്നുണ്ട്. നമ്മൾ ഭയത്തോടു കൂടി ഇങ്ങനെ ചേർത്ത് പിടിക്കില്ലേ. അങ്ങനെ നോക്ക്, ചുറ്റും കാടാ, ചുറ്റും ഇരുട്ട്. സത്യം പറഞ്ഞാ എങ്ങോട്ട് പോണെന്നറിയില്ല. എത്ര നേരമായിട്ട് ഞാൻ തന്നെ വിളിച്ചുകൊണ്ടിരിക്കാന്നറിയോ. അപ്പോഴേക്ക് വേദന ഉണ്ടാന്ന് തോന്നുന്നു. ഇനി ക്ഷീണം കൊണ്ടാണോന്ന് അറിയില്ല. രാധിക വീണ്ടും കണ്ണടയ്ക്കുക. രാധിക കണ്ണു തുറക്ക്, കണ്ണടക്കല്ലേ എന്നിങ്ങനെ വരുൺ കരഞ്ഞോണ്ട് പറയുന്നുണ്ട്. കണ്ണടക്കല്ലേ, നോക്ക്, കണ്ണു തുറക്ക് എന്ന് പറഞ്ഞിങ്ങനെ വിളിച്ചെഴുന്നേൽപ്പിക്കും. രാധിക പറയും, എനിക്ക് ഒട്ടും വയ്യ, സംസാരിക്കാനും പറ്റുന്നില്ല. വരുണിന് ഒന്നുകൂടെ പേടിയാവും. എടാ നോക്ക്, തനിക്കൊന്നും സംഭവിക്കില്ല, എനിക്ക് ജീവനുള്ളത് വരെ രാധിക എന്നിങ്ങനെ വിളിക്കുന്നുണ്ട്. ശേഷം ചുറ്റിലും നോക്കിയിട്ട് രാധികയെ പതിയെ അവിടേക്ക് മാറ്റി കിടത്തും. ഞാനുണ്ട് കൂടെ, പേടിക്കണ്ട എന്ന് പറഞ്ഞ് അവിടെ ഇരുത്തിയതിനു ശേഷം ആ ഒരെന്തോ കെട്ടിടം മറ്റാണ് ഈ പൊളിഞ്ഞു വീഴാറായിട്ടുള്ള. അങ്ങനെ വരുൺ അതിന്റെ അകത്തുണ്ടായിരുന്ന ആ വലിയ വലിയ ടിന്നുകളൊക്കെ എടുത്ത് എറിയും. അതിനിടയിലും പേടിക്കല്ലേ, ഉറങ്ങല്ലേ എന്നൊക്കെ പറഞ്ഞതിന് ശേഷം വരുണെ അവിടുന്ന് പോവും. ശേഷം പുറത്തു പോയിട്ട് കുറച്ചുകൂടെ പുല്ലുകളൊക്കെ എടുത്തുകൊണ്ടുവരിക. എന്നിട്ട് ആ വീട്ടിനകത്ത് ഇട്ടിട്ട് രാധികയെ എടുത്തുകൊണ്ടുപോയി അവിടെ കിടത്തും. രാധിക വേദന കൊണ്ട് കരയുമ്പോ വരുൺ എടുത്തിരുന്നിട്ട് പേടിക്കണ്ടെന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കുന്നുണ്ട്, കരയുന്നുണ്ട്. അപ്പോഴായിരിക്കും പെട്ടെന്ന് ആനയുടെ അലർച്ച. ഇത് കേൾക്കുമ്പോ രാധിക പേടിച്ച് അവിടെ നിന്ന് എഴുന്നേറ്റ് വരുണിനെ കെട്ടിപ്പിടിക്കും. വരുണും നല്ല പേടിയുണ്ട്. പെട്ടെന്നായിരിക്കും വരുൺ ഇങ്ങനെ കെട്ടിപ്പിടിച്ചിരിക്കാന്ന് ഓർമ്മ വരുമ്പോ രാധിക വേഗം വരുണിനെ തട്ടി മാറ്റും. വരുൺ വീണ്ടും കവിളൊക്കെ പിടിച്ചിട്ട് പറയും, പേടിക്കേണ്ട, ഒരു കുഴപ്പമില്ല, ഞാൻ ഒപ്പമുണ്ട് എന്ന് പറയുമ്പോഴും രാധിക കൈ മാറ്റുന്നുണ്ട്. അപ്പൊ വരുൺ പറയും, കിടന്നോ, പേടിക്കേണ്ട കേട്ടോ എന്ന് പറഞ്ഞ് പതിയെ അവിടെ കിടത്തും. രാധിക കൈകൾ മുറുകെ പിടിക്കുന്നുണ്ട്. അങ്ങനെ പതിയെ വരുൺ രാധികയെ സമാധാനിപ്പിച്ച് ഓർക്കുക. എന്ത് ചെയ്യണമെന്നറിയാതെ സങ്കടത്തോടു കൂടി അവിടെ ഇരുന്ന് കരയാണ് വരുൺ. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് കണിമംഗലത്താ. പ്രിയങ്ക ഇരുന്ന് കരയണേ. ഗൗതം പറയും, ഇനി ഈ രാത്രി തെരച്ചിലില്ല, നാളെ ഇനിയിപ്പോ തെരഞ്ഞാൽ തന്നെ ആർക്കൊരു പ്രതീക്ഷയും വേണ്ട കേട്ടോ. പ്രിയങ്ക ഇങ്ങനെ കരയുമ്പോ ഉർവശിക്കും, ആരെ കാണിക്കാനാ നീ ഇപ്പൊ കരയുന്നത്, നമുക്കിടയിൽ ഏതായാലും ഇതിന്റെ ആവശ്യമില്ല. പ്രിയങ്ക കരഞ്ഞോണ്ട് പറയും, വരുൺ നഷ്ടപ്പെടണമെന്ന് ഞാൻ ഒരിക്കലും ചിന്തിച്ചിട്ടില്ല ചെറിയമ്മേ. കൽപ്പന പറയും, അത് എടുത്ത് ചാടിയപ്പോ ഓർക്കണായിരുന്നോ, ഞാൻ പറഞ്ഞപ്പോ അച്ഛൻ എന്നെ തല്ലി, എന്റെ കഴുത്തിന് കയറി പിടിച്ചു, ഞാൻ പറഞ്ഞല്ലോ എന്താ വാസ്തവമില്ലേ, നിനക്ക് തോന്നിയിട്ടില്ല അങ്ങനെ? എല്ലാവരും വലിയ വിശ്വാസികളാണല്ലോ. വേറെ ആർക്കെങ്കിലും സംഭവിച്ചതാണെങ്കിൽ പാപം ചിന്തിച്ചിട്ടാണ്, പാപം പ്രവർത്തിച്ചിട്ടാണെന്നൊക്കെ പറയല്ലോ. ഇവരുടെ കാര്യത്തിൽ പറയാൻ എന്താ ഇത്ര ബുദ്ധിമുട്ട്? ഉർവശി വരും, കൽപ്പന ഒന്ന് പതുക്കെ, നാളത്തെ തെരച്ചിലോടെ കൃത്യമായിട്ടൊരു ഉത്തരം കിട്ടും. അതെന്ത് തന്നെയാണെങ്കിലും എല്ലാവരും അത് ഫേസ് ചെയ്തേ പറ്റൂ. അപ്പോഴും പ്രിയങ്കയ്ക്ക് നല്ല സങ്കടം ഉണ്ട് കേട്ടോ. ഉർവശിയും കൽപ്പനയും സമാധാനിപ്പിച്ചിട്ട് പോകും. എന്തായാലും നീ കിടക്കാൻ നോക്ക്,
ഞങ്ങളാരെങ്കിലും കൂട്ടിയെടുക്കണോ എന്ന് കൽപ്പന പറയുന്നുണ്ടെങ്കിലും പ്രിയങ്ക വേണ്ടാന്ന് പറയും. അങ്ങനെ അവര് മൂന്നുപേരും അവിടെ പോകും. പോകുന്നതിന് മുമ്പ് ഗൗതം വന്നിട്ട് വീണ്ടും പറയും, പ്രിയങ്ക വാക്കുമാറാൻ നിനക്ക് കുഴപ്പമില്ലെന്ന് ഞങ്ങൾക്കറിയാം, അത് ഞങ്ങൾക്കറിയാം. പക്ഷെ ഇവിടെ ഞങ്ങളെ ചതിക്കാൻ നോക്കിയാ നീ മാത്രമായിട്ടും കുടുങ്ങാ എന്നോടൊന്ന് പറഞ്ഞിട്ടാ അവിടുന്ന് പോകുന്നത്. അവർ പോയി കഴിഞ്ഞാൽ പ്രിയങ്ക വിചാരിക്കും, വരും ജീവനോട് തിരികെ വന്നില്ലെങ്കിൽ എന്റെ ആഗ്രഹങ്ങളെല്ലാം അവസാനിക്കും, എനിക്ക് പിന്നെ ഒന്നും നേടിയെടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാണ് പ്രിയങ്ക അവിടെ ഇരിക്കുന്നത്. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് കാട്ടിനകത്താണ്. രാധിക ഉറങ്ങിയിട്ടുണ്ടെങ്കിലും പെട്ടെന്ന് കൈ വേദനിക്കാണ്. അത്രയും ഉയരത്തുനിന്ന് വീണതാണല്ലോ, എന്തായാലും ദേഹം മൊത്തം വേദനിക്കും. കൈയൊക്കെ പിടിച്ചിങ്ങനെ കരയുമ്പോ വരുണത് കണ്ട് ഓടി വരും. ഒന്നുമില്ല, കുഴപ്പമൊന്നുമില്ല എന്ന് പറയുമ്പോഴും രാധിക വരുണിന്റെ കൈ ഇങ്ങനെ ചേർത്ത് പിടിക്കുക. അങ്ങനെ പേടിച്ച് വരുണിന്റെ കൈ പിടിച്ച് തിരിഞ്ഞു കിടക്കുമ്പോ വരുണും രാധികയുടെ അടുത്ത് ചേർന്ന് കിടക്കും. അങ്ങനെ രണ്ടുപേരും ഇങ്ങനെ കെട്ടിപ്പിടിച്ച് ഉറങ്ങിപ്പോവാണ്. അവരാണെങ്കില് നല്ല ഉറക്കാണ്. നേരം വെളുത്തിട്ടുണ്ടെങ്കിലും അവരറിയുന്നേ ഇല്ല വെളിച്ചം വന്നതൊന്നും. അത്രയ്ക്ക് ക്ഷീണമുണ്ട് രണ്ടുപേർക്കും. ഇപ്പോഴും വരുണും രാധികയും അങ്ങനെ ചേർന്ന് കിടക്കാണ്. അവർ രണ്ടുപേരും പിടിവിട്ടിട്ടില്ല. ഇതേ സമയം ഇവർക്ക് വേണ്ടി പുറത്ത് നല്ലൊരു തെരച്ചിൽ തന്നെ നടക്കുന്നുണ്ട്. സൂര്യയും ബിജുവും ശ്യാമയും അമൃതടത്തിയും അതുപോലെ പോലീസുകാരൊക്കെ ഉണ്ട്. കുറെ വിളിച്ചു നടക്കും. പോലീസ് പറയും 9:30 വിദഗ്ധ സംഘം എത്തുന്നുണ്ട്, അവരുടെ തെരച്ചിലെ എന്തെങ്കിലും വിവരം കിട്ടും എന്ന് പറഞ്ഞ് തരയാ. ഇതേ സമയം രാധിക ഇങ്ങനെ തിരിഞ്ഞു കിടക്കും. രാധികയ്ക്കാണെങ്കിൽ ഇപ്പൊ വേദനയൊന്നും ഇല്ല കേട്ടോ. അങ്ങനെ തിരിഞ്ഞു കിടക്കുമ്പോഴും മുഖത്തേക്ക്, അതായത് വരുണ എടുത്ത് കിടക്കുന്നതൊന്നും അറിയുന്നില്ല, ഇങ്ങനെ കെട്ടിപ്പിടിച്ച് കിടക്കണേ. ഇത് വരുൺ ആസ്വദിക്കുന്നുണ്ട്. പെട്ടെന്ന് കണ്ണു തുറക്കുമ്പോ നേരം വെളുത്തിട്ടുണ്ട്. അപ്പോഴും എവിടെയാന്ന് മനസ്സിലായില്ല. നോക്കുമ്പോ വരുൺ ഉണ്ടാവും അടുത്ത് തന്നെ നോക്കി കിടക്കുന്നേ. ഇങ്ങനെ കിടക്കുന്ന കാണുമ്പോ രാധിക ഒന്ന് ആദ്യം ചിരിക്കും. പെട്ടെന്ന് ഞെട്ടി അങ്ങ് കൈയൊക്കെ തട്ടി മാറ്റി എഴുന്നേൽക്കുക. രാധികയ്ക്ക് ഇപ്പോഴും ചെറുതായിട്ട് വേദനയൊക്കെ ഉണ്ട്. വരുണോ എഴുന്നേറ്റ് നെറ്റിയിലൊക്കെ തൊട്ട് നോക്കും. എന്നിട്ട് പറയും, രാത്രി തനിക്ക് നല്ല പനിയുണ്ടായിരുന്നു, പിന്നെ തണുത്ത് വിറച്ചു, അതാ ഞാനിങ്ങനെ. രാധികയ്ക്കും അല്ല, നമ്മളെങ്ങനെ പുറത്തു പോകും അറിയില്ല. അതെ, ഈ കാടിനെ കുറിച്ച് പേടിപ്പിക്കുന്ന കഥകളാ ഷൂട്ടിങ്ങിന് മുന്നേ അവര് പറഞ്ഞത്. രാത്രി തന്നെ താങ്ങിയെടുത്ത് പോവാന്ന് വെച്ചാലും എന്തിന്റെങ്കിലും മുന്നിൽ ചെന്ന് പെടും. പിന്നെ ഇഷ്ടംപോലെ മൃഗങ്ങളും ഉണ്ട് ഇവിടെ. രാധിക പറയും, ആ രാത്രി കരച്ചിൽ കേട്ടായിരുന്നു. വരുൺ പറയും, അതെ നമുക്ക് പതിയെ പോവാൻ തുടങ്ങിയാലോ. രാധിക പറയും, വീണ വീഴ്ചയില് അവസാനിച്ചു എന്നാ ഞാൻ കരുതിയത്. വരുൺ പറയും, ഒന്നിച്ച് അവസാനിച്ചോട്ടെ എന്നാ ഞാനും കരുതിയത്. രാധിക ഇങ്ങനെ നോക്കുമ്പോ വരുൺ പറയും, അങ്ങനെയൊന്നും ദൈവങ്ങൾ നമ്മളെ കൈവിടില്ല, ഒരുപാട് ജീവിക്കാനുണ്ട് നമുക്ക്. പിന്നെ ഇന്നലെ രാത്രി മുഴുവനും നമ്മൾ ഒന്നിച്ചായിരുന്നു. ഒരു രാത്രി മുഴുവൻ ഞാൻ എന്റെ പെണ്ണിനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ഉറങ്ങി. മരണത്തിന്റെ മുന്നിലാണെങ്കിലും ദൈവം അനുവദിച്ചു തന്നൊരു ദിവസം. രാധികയ്ക്ക് ഒന്നും പറയാൻ കഴിയുന്നില്ല. നമുക്ക് പോവാം അങ്ങനെ പറഞ്ഞ് എഴുന്നേൽക്കാൻ തുടങ്ങുമ്പോഴായിരിക്കും വരുൺ, രാധിക എന്നുള്ള ബന്ധുക്കളുടെ വിളി കേൾക്കുന്നത്. ഇവർക്ക് സന്തോഷമാവും. വരുൺ ഉച്ചത്തില് ഏട്ടാന്ന് ഇങ്ങനെ വിളിക്കുന്നതും ആ വിളി കേൾക്കുന്ന സ്ഥലത്തേക്ക് ഇങ്ങനെ നോക്കുന്നതൊക്കെ കാണിച്ചിട്ടാ ഈ ഭാഗം കഴിയുന്നത്.